സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്തവണ തിരുവനന്തപുരത്ത് തലസ്ഥാനത്താണ് വേദി എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയണം. വിജിൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരിച്ചതിലുള്ള ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്നുണ്ടെങ്കിലും 4-ാം തീയതി ആരംഭിക്കുന്ന കലോത്സവത്തിനെ വരവേൽക്കാൻ ഉള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജിൻ, ഗുഡ് മോർണിംഗ്. എല്ലാ തരത്തിലുമുള്ള ആവേശത്തിലാണ് തലസ്ഥാനം. വേദികളൊക്കെയും ഒരുങ്ങുകയാണല്ലേ, നമുക്ക് കാണാൻ കഴിയുന്നു. പുറകിൽ അതിൻ്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ ആവേശത്തിൽ കുറച്ച് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം വീണ്ടും വേദിയാകുന്നു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്. പ്രിയ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ തലസ്ഥാന നഗരിയുടെ ഒരു പ്രത്യേകത തന്നെ എല്ലാ ആഘോഷങ്ങളെയും അങ്ങ് പൂർണ്ണമായും ഏറ്റെടുത്ത് അതൊരു വലിയ ഉത്സവമാക്കി മാറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരുവനന്തപുരത്ത് സ്കൂൾ കലോത്സവം എത്തുമ്പോൾ ആ കലോത്സവം വലിയ ആഘോഷമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും 249ഓളം ഇനങ്ങളാണ് മത്സരങ്ങൾ നടക്കുക. 15,000-ഓളം വരുന്ന കുട്ടികൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കും. 25ഓളം വരുന്ന വേദികളിലായാണ് കലോത്സവം തിരുവനന്തപുരം നഗരത്തിൽ നടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ അതിൻ്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10:30 ഇതിൻ്റെ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഔദ്യോഗിക ദുഃഖാചരണം, മൻമോഹൻ സിംഗ് മരണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്നതിനാലാണ് അത് മാറ്റിവെച്ചത്. 7 ദിവസത്തെ ദുഃഖാചരണമാണ് നിലവിൽ നടക്കുന്നത്. നമുക്ക് ഈ പ്രൗഢഗംഭീരമായ വേദി ഒരുക്കുന്നതിൻ്റെ പണികൾ ഒക്കെ നടക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഇട്ടിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങൾ ഒക്കെയുണ്ട്, സാമഗ്രികളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഈ സെൻട്രൽ സ്റ്റേഡിയം ഒരു വലിയ ഉത്സവ രീതിയിലേക്ക് മാറാൻ പോകുന്നു. അതിൻ്റെ ആ പ്രൗഢിയിൽ തന്നെ ഉയർന്നു വരാൻ പോകുന്നു വേദി എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ കലോത്സവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാചീന കലാരൂപങ്ങൾ കൂടി കലോത്സവത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. 5ഓളം വരുന്ന അത്തരം കലാരൂപങ്ങൾ കൂടി മത്സരമായി മാറുകയാണ്. നമ്മുടെ ഏറ്റവും മുമ്പ് കാലത്ത് പ്രാചീനമായി ഉപയോഗപ്പെടുത്തിയിരുന്ന കലാരൂപങ്ങളൊക്കെ അത് മത്സര ഇനം കൂടി ആകുന്നതോടുകൂടി അവർക്ക് കൂടി ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും ഈ 15,000-ഓളം വരുന്ന കുട്ടികൾ കഴിഞ്ഞ കൊല്ലം കലോത്സവത്തിന് ശേഷം തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തും. ഒപ്പം തന്നെ രക്ഷിതാക്കൾ, മറ്റ് ആസ്വാദകർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇങ്ങോട്ട് ഒഴുകിയെത്തും. 4 മുതൽ 8-ാം തീയതി വരെയാണ് കലോത്സവം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിലവിൽ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെ അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുക. മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ, മറ്റ് MLA-മാർ, മന്ത്രിമാരുടെ ഒക്കെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഓരോ ദിവസവും വിലയിരുത്തുകയും ഒപ്പം തന്നെ കലോത്സവം വിജയകരമായി ഇത്തവണ പൂർത്തിയാക്കാനുള്ള ഓരോ ഇടപെടലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിനുള്ള പ്രവൃത്തികൾ ഒക്കെ ഇവിടെ നടക്കുന്നു. മറ്റ് വേദികളിലും ഇതിന് സമാനമായ രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കുറേ ജോലിക്കാർ രാവിലെ മുതൽ വലിയ വെയിലായതുകൊണ്ട്, സെൻട്രൽ സ്റ്റേഡിയം ആയതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി വലിയ വെയിലാകും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരത്തെ തന്നെ ഈ ജോലിക്കായി ഇവരൊക്കെ എത്തി ഇവിടെ അതിൻ്റെ പ്രവൃത്തികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് 4 മുതൽ 8 വരെ നടക്കുന്ന കലോത്സവം വൻ വിജയമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ പല ആഘോഷങ്ങളും കണ്ടതാണ്. കേരളീയം, ഒപ്പം തന്നെ മറ്റ് ന്യൂ ഇയർ ഇവൻറ്റുകൾ, ഓണാഘോഷങ്ങൾ, അങ്ങനെ എല്ലാ ഇവൻറ്റുകളെയും പൂർണ്ണമായും അങ്ങ് വാരിപ്പുണർന്ന ഒരു സംസ്കാരമാണ് തിരുവനന്തപുരം നഗരത്തിന് പ്രത്യേകിച്ചുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെ എത്തുന്ന ആളുകൾ അത്തരം ആഘോഷങ്ങളുടെ ഭാഗമായി പൂർണ്ണമായും മാറുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൗമാര കലയെ പൂർണ്ണമായും തിരുവനന്തപുരം നഗരം സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതൊരു വലിയ ഉത്സവമായി മാറുകയും ചെയ്യും. പ്രിയ, വിജയൻ, ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംഘാടനം എന്നത് തന്നെയാണ്. നമ്മൾ ഇത്തവണത്തെ കായികമേളയിൽ കണ്ടതും ശ്രദ്ധിച്ചതുമായ ഒരു കാര്യം അതാണ്. ഏറെ മികച്ച രീതിയിൽ സംഘാടനം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റി. യുവജനോത്സവവും ഈ കലോത്സവവും അതുപോലെ തന്നെ പരാതികൾ കുറച്ച്, അല്ലെങ്കിൽ വരുന്ന പരാതികൾക്ക് അപ്പോൾ പരിഹാരം കണ്ട് മുൻപോട്ട് പോകാനുള്ള നടപടികളും നീക്കങ്ങളും തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നതും?
തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രിയുടെ നാടുകൂടിയാണ്. ആ മണ്ഡലത്തിൽ കൂടി ഉൾപ്പെടുന്ന ഭാഗങ്ങളിലാണ് ഈ കലോത്സവത്തിൻ്റെ വേദികൾ ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഒരു വ്യക്തിപരമായി തന്നെ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടക്കുന്ന കലോത്സവം അതൊരു അവിസ്മരണീയമായ ഒരു കലോത്സവമാക്കി മാറ്റാനുള്ള ഒരു ഇടപെടൽ ഒക്കെ തന്നെയാണ്. അത്തരം നടപടികളൊക്കെയാണ് ഇപ്പോൾ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക ശ്രദ്ധയും ഉണ്ട് എന്നുള്ളതും വ്യക്തവുമാണ്. അങ്ങനെ നേരത്തെ തന്നെ ഇതിനുള്ള എല്ലാ പ്ലാനിങ്ങുകളും നടത്തിയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, പ്രിയ സൂചിപ്പിച്ചതുപോലെ കായികമേളയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൃത്യമായി ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഒരു ഒളിമ്പിക്സിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കായികമേള സംഘടിപ്പിച്ചത് കൊച്ചിയിൽ. അതും കൊച്ചിയിൽ ഇത്രയും വലിയൊരു കായികമേള സംഘടിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ അതിലൊരു എന്തെങ്കിലും ഒരു പിശകുണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ ഉള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒഴിവാക്കപ്പെടുകയും പൂർണ്ണമായും വിജയമായി അതിനെ മാറ്റാൻ കഴിയുകയും ഒക്കെ ചെയ്തിരുന്നു. അവസാന ദിവസത്ത് ഉണ്ടായ ചെറിയൊരു കല്ലുകടി ഒഴിച്ചാൽ ബാക്കിയെല്ലാം പൂർണ്ണ വിജയമായിരുന്നു കായികമേള. അതുകൊണ്ട് തന്നെ അതിലും ഒരു മികച്ച കലോത്സവമായി ഈ തിരുവനന്തപുരത്തെ കലോത്സവം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ വി കെ പ്രശാന്ത്, ആന്റണി രാജു, അങ്ങനെ നഗരത്തിലുള്ള MLA മാർ, ഒപ്പം തന്നെ ജില്ലയിലുള്ള മറ്റ് MLA മാർ, മന്ത്രിമാർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ ചേർന്നുള്ള ഒരു കൃത്യമായ കോർഡിനേഷനാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 4-ാം തീയതിക്കായി കാത്തിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഇന്നു മുതലൊക്കെ അതിൻ്റെ ഒരു ആഘോഷം തുടങ്ങേണ്ടതായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പന്തലിൻ്റെ ഈ കാൽനാട്ടൽ കർമ്മം ഉൾപ്പെടെ ഇന്ന് നടക്കേണ്ടതായിരുന്നു. പക്ഷേ അതിന് ഈ ദുഃഖാചരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊരു ഔദ്യോഗിക പരിപാടികൾ നടത്താൻ അനുവാദമില്ലാത്തതിനാൽ, നടത്താനുള്ളൊരു ഔചിത്യം ഇല്ലാത്തതിനാലാണ് അത്തരത്തിൽ ആ പരിപാടി ഒഴിവാക്കിയത്. അങ്ങനെ മറ്റ് ഇനി ഊട്ടുപുര ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രവർത്തനോദ്ഘാടനങ്ങൾ ഒക്കെ നടക്കാനുണ്ട്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ചടങ്ങുകളായി നടന്നു പോകേണ്ടതാണ്. ഔദ്യോഗിക ദുഃഖാചരണം കഴിയുന്നതോടുകൂടി മറ്റ് ആഘോഷ പരിപാടികളിലേക്ക് കടക്കും. എന്തായാലും 4-ാം തീയതിക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരം നഗരം കലോത്സവത്തെ വരവേൽക്കാനായി പൂർണ്ണമായും ഒരുങ്ങും. കലോത്സവത്തെ പൂർണ്ണമായും പുലരുന്ന രീതിയിൽ ആയിരിക്കും. എന്തായാലും തിരുവനന്തപുരം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു കുരുന്നുകളെ അല്ലെങ്കിൽ കലോത്സവ വേദികളെ സജീവമാക്കാൻ, സ്വീകരിക്കാൻ. അതിനുള്ള എല്ലാ ആവേശകരമായ ഒരുക്കങ്ങളും തുടരുകയാണ്, പുരോഗമിക്കുകയാണ്. വേദികളുടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജിനാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.